കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടും ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഒരു കള്ളമൊക്കെ പറഞ്ഞ് ധർമ്മം നേരെ ആകാശിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞപ്പോ തന്നെ ആകാശ് പറഞ്ഞു, അല്ല അച്ഛൻ വൈകുന്നേരം പറഞ്ഞില്ലല്ലോ, ലോഡുള്ള കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു, അത് ലോഡിന് വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറയണേ, ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ടല്ലെന്ന് പറയണേ. അല്ല പിന്നെന്തിനാ വിളിച്ചതെന്ന് ചോദിക്കണം. ഇപ്പൊ നമുക്ക് സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേന്ന് പറയണം. സിറ്റി ഹോസ്പിറ്റലിലേക്കോ? അതെന്തിനാ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോണേ? അവിടെ ഇതേ അളിയൻ ആശുപത്രിയിലുണ്ടെന്ന് പറയണം. എന്താ എന്താ ധർമ്മമാമ എന്താ പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം. പിന്നീട് പാമ്പേടിയേറ്റ കാര്യങ്ങളെല്ലാം പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആകാശിലൊരു ഞെട്ടലുണ്ടാകുന്നേ. ആകാശ് പറഞ്ഞു, എന്നിട്ടോ അച്ഛൻ എന്താന്ന് ചോദിക്കണം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അപകടനില തരണം ചെയ്തെന്നാ ആര്യം പറഞ്ഞ്, എത്രയും പെട്ടെന്ന് നമുക്കോട് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞു, അല്ല വീട്ടിൽ പറയണ്ടേന്ന് ചോദിക്കാം. വീട്ടിൽ പറഞ്ഞത് ശരിയാകത്തില്ല, ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടത്തെയും അതോടൊപ്പം തന്നെ എല്ലാവരും വലിയ പ്രശ്നം ഉണ്ടാക്കും, കാറൊക്കെ പോയി ആകെപ്പാടെ ബഹളമാവും. അതുകൊണ്ട് ഇപ്പം നമുക്ക് ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയണം. ഈ സമയം മിത്ര ഐസുവിന്റെ വെളിയിൽ ഇങ്ങനെ ഇരിക്കണം. ആരിനാണെങ്കിലും മെഡിസിൻ വാങ്ങാനായിട്ട് പുറത്തേക്ക് പോയിരിക്കുക. അപ്പോൾ നേഴ്സ് അങ്ങോട്ട് ഇറങ്ങി വന്നു. നേഴ്സിനോട് മിത്ര ചോദിച്ചു, അല്ല അങ്കിളിന് ബോധം വീണോന്ന് ചോദിക്കുകയാണ്. അതെ, ബോധം വീണ് ചെറുതായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് പറയണം. എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കാം. കയറി കണ്ടോളാൻ പറയണം. അങ്ങനെ മിത്ര അകത്തേക്ക് വലിയ അകത്തേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും പകുതി മയക്കത്തിൽ എന്നവണ്ണം ബാലിന് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ബാലിന് ആ സമയത്ത് ആരിനും ഇങ്ങനെ പറയുന്നുണ്ട്, നല്ല വ്യക്തമായിട്ടൊന്നും അല്ല പറയണത്. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. കാരണം ഈ സമയത്ത് അച്ഛന്റെ മനസ്സിലുള്ളത് ആനിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം, അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. തിരിച്ചു ആനും അങ്ങനെ ആ ചിന്തയാണല്ലോ. പിന്നീട് കുറച്ച് സമയം കൂടെ നിന്നിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ പുറത്തിറങ്ങി വന്ന സമയത്ത് ആനും കൂടെ മെഡിസിനൊക്കെ വാങ്ങിക്കൊണ്ട് വരുവാണ്. ആനെ കണ്ടത് മിത്ര ഓടി അങ്ങോട്ട് ചെന്നു. മെഡിസിൻ കിട്ടിയോന്ന് ചോദിക്കണം. കിട്ടി, പൈസയൊക്കെ തികഞ്ഞല്ലോ അല്ലേന്ന് ചോദിക്കണം. പൈസ കഴിഞ്ഞു, കൃത്യം ആ സമയത്ത് നീ പൈസ തന്നോണ്ടാ, അല്ലെങ്കിൽ എന്ത് ചെയ്തേനം. അതെ, ആകാശേട്ടനോടും ധർമ്മമാമനോടും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവരിപ്പൊ തന്നെ ഇങ്ങോട്ട് എത്തുമായിരിക്കും എന്ന് പറയണേ. പെട്ടെന്ന് മിത്ര പറഞ്ഞു, അതെ ഞാൻ അങ്കിളിനെ കയറി കണ്ടായിരുന്നു പറയണേ. കണ്ടോ? എന്നിട്ടോ? കണ്ടു, കണ്ടിട്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല, കാരണം ശരിക്കും ബോധം വീണിട്ടുണ്ട് ഇല്ലെന്ന് പറയണ. അല്ല എന്നിട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കണേ. വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നേ, അപകടനില തരണം ചെയ്യുന്നല്ലേ ഡോക്ടർ പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, അതെ ആ സമയത്തും അങ്കിള് പറഞ്ഞെന്താണെന്നറിയോ, ആരിനും പറയുന്നുണ്ടായിരുന്നു പറയണ. ഇത് കേട്ടതും വല്ലാത്ത ടെൻഷന് സങ്കടമായിപ്പോയി ആരിന് മനസ്സിലായി തന്റെ അച്ഛൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തിരിച്ചും താനും സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വീട് വിട്ട് ഇറങ്ങി പോന്നാലും അച്ഛന്റെ മനസ്സിൽ ഇപ്പോഴും താൻ മാത്രമേ ഉള്ളൂ. ആ ഒരു താൻ മാത്രം എന്ന് പറഞ്ഞാൽ തന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് ആരിനെ തിരിച്ചറിയായിരുന്നു. വീട്ടിലാണെങ്കിലും എല്ലാ തവണ എല്ലാവർക്കിട്ടും കൊടുക്കേണ്ട അടി തനിക്കിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോഴും തനിക്കറിയാം അച്ഛന് തന്നോട് സ്നേഹക്കൂടൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന്. അതുകൊണ്ടാണ് താൻ എതിർത്തൊന്നും പറയായിരുന്നത്. അല്ലെങ്കിൽ തന്നെ മിത്രനെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു പക്ഷെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ടുണ്ടാകാം. മിത്ര രാത്രി തന്നെയുള്ളൂ, താൻ താമസിച്ചാ വരുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് വന്നേ. അതുകൊണ്ടാണ് അച്ഛന് ഈ അപകടം പറ്റിയത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് ആനിന് വല്ലാത്ത വിഷമായി. പിന്നീട് മിത്രയോട് ചോദിച്ചാൽ എനിക്കിപ്പോൾ കാണാൻ പറ്റുമോ ചോദിക്കണം. ഒരു കാര്യം ചെയ്യാം, ഇത് അകത്ത് നേഴ്സുണ്ടോ, നമുക്ക് ചോദിച്ചു നോക്കാന്ന് പറയണം. അങ്ങനെ ഒരു നേഴ്സ് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നേഴ്സിനോട് ചോദിച്ചു, അല്ല ഇത് മകനാണ് ആരിനൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. മിത്ര ഇതേട്ടമ്പഴത്തേനും പറഞ്ഞു, കയറി കണ്ടോളാൻ പറയണം. അങ്ങനെ ആരിനകത്തേക്ക് കയറുവാണ്. അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലിനിങ്ങനെ ഓരോന്നിങ്ങനെ പിച്ചും പേയും പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആര്യം കയറി കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. അപ്പത്തേനും ആര്യൻ എനിക്ക് ആരിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ണൊന്നും തുറന്നിട്ടില്ല, പകുതി ഇങ്ങനെ കൺപോള ഇങ്ങനെ അടഞ്ഞെടുക്കും. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം ആര്യം പറഞ്ഞു, ഞാൻ വന്നച്ചാ ഞാൻ ആരിനാന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ബാലിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ബാലിനാണെങ്കിൽ അർദ്ധമയക്കത്തിൽ എന്നോണം ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക. ആരിന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകി. ആരിനിങ്ങനെ പറയാ, അച്ഛൻ രക്ഷപ്പെടും, അച്ഛനൊരു കുഴപ്പമില്ല, ദേ അച്ഛൻ്റെ ആരിനല്ലേ വന്ന് നിൽക്കുന്നതെന്ന് പറയാണ്. പിന്നീട് ആരിന് പുറത്തേക്ക് ഇറങ്ങി വരിക. ആരിന്റെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മിത്രവൻ സങ്കടപ്പെടണ്ട, അങ്കിളിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ, കൃത്യസമയത്ത് തന്നെ കൊണ്ടുവന്നുകൊണ്ട് അങ്കിളിന്റെ ജീവൻ രക്ഷപ്പെട്ടല്ലോ, ഇനി എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് പറയാം. ആര്യം വന്നിവിടെ ഇരിക്കാൻ പറയുകയാണ്. അപ്പോഴേക്കും ആകാശം ധർമ്മനും കൂടെ ഓടി അങ്ങോട്ട് വരുവാണ്. എന്താടാ ആര്യ, എന്താ പറ്റിയത്, അച്ഛനത് എവിടെ വെച്ചാ, എങ്ങനെ സംഭവിച്ചേ എന്നൊക്കെ നൂറ് ചോദ്യങ്ങളൊക്കെ ആകാശം ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോഴത്തേനും ആര്യം പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾ വീടിന്റെ അവിടെ വെച്ചാന്ന് പറയാണ്. വീടിന്റെ അവിടെ വെച്ചോ? അവിടെ ഇങ്ങനെ അച്ഛൻ വന്നേ? അച്ഛൻ നേരത്തെ പോവാന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ലോ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു, രാവിലെ ഞാനും അളിയനും കൂടെ പോണ സമയത്ത് ആ
കള്ളുകൂടിയും മധു ഉണ്ടായിരുന്നല്ലോ, അയാൾ വന്ന് വെല്ലുവിളിച്ചിട്ടാ പോയത്. നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളെ ആക്രമിക്കൂ എന്നൊക്കെ പറഞ്ഞു. ഒരു പക്ഷെ അതുകൊണ്ടാണ് അളിയൻ ഞങ്ങൾ വന്നേ, നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ടാണോ? ഇത് കേട്ടപ്പോൾ മിത്രം ചിലപ്പോൾ ശരിയായിരിക്കും. ഒരു പക്ഷേങ്കിൽ ആ പൊന്തക്കാടിലെങ്ങാനും വന്ന് നിന്നിട്ടുണ്ടായിരിക്കും, അപ്പോഴായിരിക്കും പാമ്പേടി ഏറ്റെന്ന് പറയാണ്. ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു, പാവ അളിയന്, എനിക്കറിയാം, അളിയന്റെ മനസ്സ് എനിക്കറിയാം. ആര്യ, നീ ഇനിയെങ്കിലും നിന്റെ അച്ഛനെ മനസ്സിലാക്കണം. അറിയാലോ, അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആര്യം പറഞ്ഞു, എനിക്കറിയാം. അതെ മാമ, അച്ഛന്റെ മനസ്സ് എനിക്ക് എന്താണെന്നറിയാം. അച്ഛനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്നെയാന്ന് അറിയാന്ന് പറയാണ്. ആകാശം അവിടെ നിന്ന് കരയാണ്. കരയണ്ട ആകാശേട്ടാ, ഒന്നും കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാണ്. അല്ല, എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ കയറി കണ്ടായിരുന്നു. എന്താണല്ലോ അപകടനില തരണം ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞേ, പേടിക്കണ്ടെന്ന് പറയണം. ഇനിയിപ്പം വീട്ടിൽ എങ്ങനെ പറയും, ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് അറിയില്ലോ എന്ന് പറയാം. തൽക്കാലത്തേക്കൊന്നും പറയണ്ട. പിന്നീട് ആകാശിനോടും ധർമ്മനോടുമായിട്ട് ആര്യം പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് പറയണേ. എന്താ? ഞാൻ എങ്ങോട്ട് കൊണ്ടുവന്ന അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നെന്ന് അച്ഛൻ ഒരിക്കലും അറിയില്ലെന്ന് പറയണേ. നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണെന്ന് ധർമ്മം ചോദിക്കണം. അതെ, ഞാൻ കൊണ്ടുവന്നതെന്ന് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല, അതുകൊണ്ട് ഒരിക്കലും പറയല്ലേ. അച്ഛൻ ഇപ്പൊ തന്നെ ബോധം വീഴും. അപ്പൊ നിങ്ങൾ ചെന്നാൽ മതി അങ്ങോട്ട്, വേറെ ആരെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാന്ന് മാത്രം പറഞ്ഞാൽ മതി, അല്ലാതെ ഞാനാ കൊണ്ടുവന്നതെന്ന് അറിയില്ലെന്ന് പറയണം. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് വന്നിട്ട് പറഞ്ഞതേ ബോധം തെളിഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. പിന്നീട് ആകാശം ആനന്ദല്ല, ആകാശം ധർമ്മനോട് അകത്തേക്ക് കയറി പോവാണ് കാണാനായിട്ട്. അങ്ങനെ കണ്ണൊക്കെ തുറന്ന് കുഴപ്പമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആകാശനും ധർമ്മനും ഒക്കെ സമാധാനമായത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പറഞ്ഞു, ഇനി ഞങ്ങൾ പോയിക്കോളാം, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയണം. അല്ല ആര്യ, നിനക്ക് പോണോന്ന് ചോദിക്കണം. പോയിരുന്നാൽ ശരിയാകത്തില്ല. ഇനിയിപ്പം വീട്ടിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ടും അറിയും ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. അതൊന്നും ഒരിക്കലും അറിയണ്ട. ഭാ മിത്രേ, നമുക്ക് പോകാന്ന് പറയണം. അങ്ങനെ മിത്രേനും കൂട്ടിക്കൊണ്ട് ആര്യൻ്റെ അവിടെ നിറങ്ങുവാണ്. ഈ സമയത്താണ് മീനാക്ഷിയുടെ കോള് വരുന്നത്. മീനാക്ഷി വിളിച്ചിട്ട് ചോദിച്ചാൽ, അല്ല ഇതെവിടെയാ? ഇത് ലോഡിങ്ങിന് പോയെന്നാന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടൊരു വിളിയില്ല, കാര്യങ്ങളില്ല, ഇത്ര സമയമായിട്ട് എന്താ വരാത്തേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ പെട്ടെന്ന് ആര്യം പറഞ്ഞു, അതെ ഒരു പ്രശ്നം. ആര്യനല്ല, പേര് മാറിപ്പോയത് കേട്ടോ. ആകാശ് പറഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം. എന്താ കാര്യം? എന്താ? അതെ അമ്മയോട് നീ ഇപ്പൊ പറയണ്ടെന്ന് പറയാം. കാര്യം എന്താന്ന് പറയാം ആകാശം എന്ന് പറയണം. അത് ഇവിടെ അച്ഛനും ഹോസ്പിറ്റലാ, സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആന്ന് പറയണേ. അച്ഛനത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. ഒരു കുഴപ്പമില്ല, അത്ര സമയം പെട്ടെന്ന് ഇത് എന്ത് പറ്റിയെന്ന് അറിയില്ലോ. അത് അച്ഛനെ പാമ്പേടി ഏറ്റു, അച്ഛനോട് ഹോസ്പിറ്റലാ, കുഴപ്പമില്ല, അപകടനിലയൊക്കെ തരണം ചെയ്യുന്നു പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, എന്തൊക്കെ ആകാശം പറയണേ? അപ്പൊ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണോ പോയത്? എന്നിട്ട് നിങ്ങൾ ഒരു വാക്ക് പോലും പറഞ്ഞല്ലോ എന്ന് പറയാണ്. അതെ ടെൻഷൻ അടിക്കണ്ട, അമ്മ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ പറയായിരുന്നേന്ന് പറയണം. അതെ അമ്മ എന്തേലും അറിയാൻ നോക്കണം. അമ്മ ഇപ്പൊ എന്താണെങ്കിലും അച്ഛൻ ഇപ്പൊ തന്നെ വരൂ എന്നുള്ള ചിന്തയിലായിരിക്കും ഇരിക്കുന്നത്. കുറച്ച് സമയോടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അമ്മ അച്ഛനെ അന്വേഷിക്കും. അപ്പൊ നീ പറഞ്ഞാൽ മതി, വിളിച്ചിട്ടുണ്ടായിരുന്നു, നേരം വെളുക്കാറാകുമ്പോഴേ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ആകാശ് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം. മീനാക്ഷിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം കോമതിയാണ് ആകെപ്പാട് ടെൻഷനാണ്. ഇതുവരെ ആയിട്ടും ബാലേട്ടൻ ആരും വന്നിട്ടില്ല. ഇത്ര സമയമുണ്ടോ ലോഡിങ്? എന്തായാലും നേരം വിളിക്കുന്നതിന് മുമ്പ് വരേണ്ടതാണ്. പക്ഷെ വരുന്നിട്ടില്ലോ, ഇതുവരെയായിട്ടും വന്നിട്ടില്ലോ. അപ്പത്തേനും മീനാക്ഷി അങ്ങോട്ട് വന്നു. മീനാക്ഷിയെ കണ്ടതും കോമതി ചോദിച്ചു, മോളെ ഇതിലായിട്ടും ബാലേട്ടൻ വന്നില്ലോ, ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുക. ഇത്ര നേരം സമയം താമസിക്കുന്നല്ലോ, നിന്നെ വിളിക്കാൻ മറ്റോ ചെയ്തോന്ന് ചോദിക്കും ആകാശ്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ കുറെ സമയം കൂടെ ഉണ്ട്, ലോഡ് കഴിഞ്ഞിട്ടില്ല, ഇറക്കി തീർന്നിട്ടില്ല, താമസിച്ച ലോഡും വണ്ടി വന്നേ, അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയിട്ട് വരുവോളെന്ന് പറഞ്ഞു. അമ്മയോട് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു പറയാണ്. ഇത് കേട്ടും കോമതി പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഈ രാത്രിയിലും പകലിനും ഇല്ലാതെയുള്ള കഷ്ടപ്പാടാ, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് കിടക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം മീനാക്ഷിയോട് ഒരു വല്ലാത്തൊരു ആദ്യ എങ്ങനെ എന്തായി തീരുന്ന അറിയത്തില്ല. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞിട്ടാണ് മീനാക്ഷി ഗോമതിയോട് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. അത്ര സമയം വരാതിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത ടെൻഷൻ. പിന്നീടാണ് പറയുന്നത്, അച്ഛൻ സിറ്റി ഹോസ്പിറ്റലാണ്, ഇങ്ങനെ ആശുപത്രിയിലാണ്, പാമ്പുകടി ഏറ്റെന്നൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി അലമുറയിട്ട് കരയാണ്. പെട്ടെന്ന് പറഞ്ഞു, അമ്മേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. എനിക്ക് ഇപ്പൊ തന്നെ ബാലേട്ടനെ കാണാം, എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറയണം. പിന്നീട് മീനാക്ഷി അമ്മേനെയും കൊണ്ട് അങ്ങോട്ട് പോവാണ്, ഗോമതിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ധർമ്മനും ആകാശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആനന്ദം എല്ലാരും കൂടെ അങ്ങ് ചെന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, എനിക്ക് ഇപ്പൊ തന്നെ ബാലേട്ടനെ കാണണമെന്ന് പറയാണ്. അതെ ചേച്ചി ഇങ്ങനെ കിടന്ന് പെപ്രാളം കാണിക്കാതെ, കുഴപ്പമൊന്നുമില്ല, ഇപ്പം അളിയൻ സുഖമായിട്ട് വരുന്നുണ്ടെന്ന് പറയാണ്. പിന്നീട് ഗോമതി അകത്തേക്ക് ബാലനെ കാണാനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും ഗോമതിക്ക് സഹിക്കാൻ പറ്റിയില്ല, വല്ലാത്തൊരവസ്ഥയെ. ബാലന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് ഗോമതി പൊട്ടിക്കരയാണ്. ബാലൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, ഞാനിപ്പോ രക്ഷപ്പെട്ടില്ല, പിന്നെ നീ എന്തിനാ വിഷമിക്കണേന്ന് നിൽക്കും. എന്നാലും ബാലേട്ടാ ഇത് എവിടെ വെച്ചാ, ഇതെന്താ സംഭവിച്ചേ എന്ന് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ബാലേട്ട, ആരും എന്നോട് പറഞ്ഞില്ല. ഇതേ ഇപ്പോഴും ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് പറയാം. സാരമില്ല പോട്ടെ, എനിക്കൊന്നും സംഭവിച്ചില്ലോ, നീ ധൈര്യമായിട്ടിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട്
ബാലൻ ഗോമതിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഗോമതി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആകാശിനോട് പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായി പോയി കേട്ടോ ആകാശേ. ഇന്നലെ രാത്രി നിങ്ങൾ വന്നിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ എന്ന് പറയാം. അത് പിന്നെ അമ്മയ്ക്ക് ഇതൊക്കെ അറിഞ്ഞിട്ടാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാന്ന് പറയാണ്. പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ആര്യന് വിളിക്കുവാണ്, ധർമ്മനെ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. കുഴപ്പമൊന്നുമില്ല, ഇപ്പം അളിയൻ സംസാരിച്ചൊക്കെ തുടങ്ങി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ആരിന് ശരിക്കും സമാധാനമായത്. കാരണം രാത്രിയിൽ ഒരുപോലെ കണ്ണടങ്ങാൻ പറ്റിയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് വല്ലാത്ത ടെൻഷനായിരുന്നു അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട്. കണ്ണടയ്ക്കുമ്പോൾ അച്ഛൻ്റെ മോൻ മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. മിത്രയ്ക്കും മനസ്സിലായി. കാരണം ആരിൻ്റെ ആ മാനസിക നില എത്രമാത്രം ആരിന് അച്ഛനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ആരിന് ഇത്രമാത്രം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുള്ളത്. പിന്നീട് മിത്ര വന്ന് എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്, പോട്ടെ ഒരു കുഴപ്പമൊന്നും സംഭവിച്ചില്ലോ എന്നൊക്കെ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും ബാലൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.